വെൽക്കം ടു എജുസോൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദശാംശ സംഖ്യകളെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തത്. അതിന്റെ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല PSC എക്സാമിനും ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഒന്നാമതായിട്ട് തന്നിട്ടുള്ളത് 2നെ 9 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഹരണഫലം എത്ര എന്നതാണ് ചോദ്യം. അതായത് 2നെ 9 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഹരണഫലമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതായത് 2/9 ആണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? 2 ഡിവൈഡഡ് ബൈ 9. ഓക്കെ, അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഡയറക്റ്റ് ആയിട്ട് പോവില്ല. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഡെസിമൽ ഇട്ട് കൊടുത്തു, അതിനുശേഷം 0 ആഡ് ചെയ്തു. 0 ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 2 9 18 അല്ലേ? ഓക്കെ, പിന്നെ എന്താണ് ശിഷ്ടം വരുന്നത്? 2 ആണ് ശിഷ്ടം വരുന്നത്. അപ്പൊ ഇവിടെ വെച്ച് നമുക്ക് നിർത്താനാവില്ല അല്ലേ? അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് പിന്നെയും ചെയ്യാം. 0 ആഡ് ചെയ്തു, പിന്നെ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ 2 വന്നു, അതായത് 18 അല്ലേ? ഓക്കെ, പിന്നെ നമുക്ക് അതിൽ ശിഷ്ടമായിട്ട് ആര് വന്നു? 2 വന്നു. ഓക്കെ, ഇതേ പ്രോസസ്സ് നമ്മൾ പിന്നെ റിപ്പീറ്റ് ചെയ്യാണ്. ഇപ്പൊ 0 ആഡ് ചെയ്തു, പിന്നെയും 2 9 18. ഓക്കെ, പിന്നെയും 2 ആണ് നമുക്ക് ശിഷ്ടം വന്നിട്ടുള്ളത്. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു 2/9 നമ്മൾ ചെയ്ത് നോക്കുന്ന സമയത്ത് 2 ശിഷ്ടം വന്നുകൊണ്ട് നമുക്ക് പോകും. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 0.222222 എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താണ്? 0.222. ഓക്കെ, അതായത് ഇവിടെ 2 എന്ന് പറയുന്നത് എന്താണ്? റിപ്പീറ്റ് ചെയ്ത് പോവാണ്. അതായത് ഇത് എന്താണ്? റിപ്പീറ്റ് ചെയ്യുന്ന ഡെസിമൽ നമ്പർ ആണ് അല്ലേ? റിപ്പീറ്റഡ് ഡെസിമൽ നമ്പേഴ്സ് ആണ് ഇത്. അപ്പൊ ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ബാർ വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതായത് 0. ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്ന നമ്പർ ഏതാണ്? 2 ആണ്. ഓക്കെ, അപ്പൊ ആ 2 എഴുതിയിട്ട് അതിന്റെ മുകളിൽ നമ്മൾ എന്ത് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്താൽ മതി? ബാർ വെച്ചിട്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ മീനിങ് എന്താണ്? 0.2 എന്നുള്ളതിന്റെ മുകളിൽ ബാർ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ഈ 2 അവിടെ എന്തായിക്കൊണ്ടിരിക്കുകയാണ്? റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനിയിപ്പോൾ അതിന് പകരം 0.13 ബാർ എന്നാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? ഇവിടെ 13 എന്തായിക്കൊണ്ടിരിക്കുകയാണ്? റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് എങ്ങനെ എഴുതാം? 0.131313 എക്സെട്ര ഇങ്ങനെ പോകും. ക്ലിയർ ആണോ? ഓക്കെ, അതായത് റിപ്പീറ്റ് ചെയ്യുന്ന നമ്പർ ഏതാണോ അതിന്റെ മുകളിൽ ആ നമ്പർ എഴുതിയിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ബാർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് കിട്ടി. എന്താണ് വരുന്നത്? 0.2 ബാർ. ഓക്കെ, അതായത് ഇതിന്റെ ആൻസർ 0.2 ബാർ ആണ്. ക്ലിയർ? അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്ത് നോക്കാം? 4/9 ചെയ്ത് നോക്കാം. ഓക്കെ, 4/9 ചെയ്ത് നോക്കാം. ചെയ്യുമ്പോൾ എന്താണ്? 4 ഡിവൈഡഡ് ബൈ 9 ഡയറക്റ്റ് പോവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 0 ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, 0 ആഡ് ചെയ്ത സമയത്ത് എന്താ വരുന്നത്? 4 9 36 അല്ലേ? ഓക്കെ, 4 9 36 എന്ന് വന്നു. ഇനി ശിഷ്ടം എത്ര കിട്ടുന്നത്? 4. ക്ലിയർ? പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? 0 ആഡ് ചെയ്യാം. പിന്നെയും ചെയ്ത് നോക്കുമ്പോൾ 4 9 ഇവിടെ ഡെസിമൽ കൊടുക്കണേ. 4 9 36. പിന്നെയും ശിഷ്ടം എത്രയാണ് വരുന്നത്? 4. പിന്നെ നമ്മൾ 0 ആഡ് ചെയ്തു. പിന്നെയും നോക്കുമ്പോൾ 4 9 36. പിന്നെയും എന്താ വരുന്നത്? 4 ആണ് ശിഷ്ടം വരുന്നത്. ഓക്കെ, അതായത് ഇതിന്റെ ആൻസർ എങ്ങനെ പോകും? 0.4444 എന്നിങ്ങനെ പറഞ്ഞു പോകും. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് 0.444 എന്ന് പറഞ്ഞു പോവാണ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 0.4 ബാർ. കാരണം എന്താണ്? 4 ആണ് അവിടെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ ആ 4ന്റെ മുകളിൽ നമ്മൾ എന്ത് കൊടുക്കാം? ബാർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഈ 2 ക്വസ്റ്റ്യനും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് 2/9 ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? 0.2 ബാർ ആണ്. ഓക്കെ, ഇനി 4/9 ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? 0.4 ബാർ ആണ്. ക്ലിയർ ആണോ? അതായത് ഇവിടെ ന്യൂമറേറ്ററിലുള്ള സംഖ്യ ഏതാണോ അതിന്റെ മുകളിലാണ് നമുക്ക് എന്ത് ചെയ്തത്? ബാർ വന്നിട്ടുള്ളത്. എന്ത് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ? 9 കൊണ്ട്. ഓക്കെ, 2/9 എന്ന് പറഞ്ഞപ്പോൾ 0.2 ബാർ ആയി. 4/9 എന്നായപ്പം അതെന്തായി? 0.4 ബാർ ആയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 0.5 ബാർ ഇതിനെ നമുക്ക് എങ്ങനെ ഒരു ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റി എഴുതാൻ പറ്റും? എങ്ങനെ എഴുതാം? 0.5 ബാർ ആണ്. അപ്പൊ ന്യൂമറേറ്ററിൽ ആരാണ്? 5 ആണ്. കാരണം എന്താ? 5 ബാർ എന്ന് പറഞ്ഞാൽ 5 5 5 5 എന്ന് പറഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്ത് പോവാണ്. ഓക്കെ, അപ്പൊ 5 ആയിരിക്കും. 5 ഡിവൈഡഡ് ബൈ ആരെ കൊണ്ട് ചെയ്യണം? 9 കൊണ്ട് ചെയ്യണം. ക്ലിയർ ആണോ? ഓക്കെ, ഇനിയിപ്പോ 0.7777 അങ്ങനെ പോകുന്ന ഒരു സംഖ്യയാണ് എങ്കിൽ നമ്മൾ ഇവിടെ എന്താ എഴുതേണ്ടത്? റിപ്പീറ്റ് ചെയ്ത് പോകുന്നത് എത്രയാണോ ആ സംഖ്യ എഴുതാം. 7. ഓക്കെ, ഡിവൈഡഡ് ബൈ ആരെ കൊടുക്കുക? 9. ഓക്കെ, അതായത് ഇവിടെ ഒരൊറ്റ സംഖ്യ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ആ സംഖ്യ നമ്മൾ എഴുതി. അതുകൊണ്ട് തന്നെ ഒരൊറ്റ സംഖ്യ ആയതുകൊണ്ട് ഒരു 9 ഇട്ട് കൊടുത്തു. ക്ലിയർ? ഇനിയിപ്പോൾ അതിന് പകരം 0.131313
ഇങ്ങനെ പോകുന്ന ഒരു സംഖ്യയാണെന്ന് കരുതുക. ഓക്കെ, ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് എത്ര സംഖ്യകളാണ്? 1ഉം 3ഉം. അതായത് 2 സംഖ്യകൾ അവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ 2 സംഖ്യകളെ ന്യൂമറേറ്ററിൽ കൊടുക്കുക. ഓക്കെ, 2 സംഖ്യകൾ ന്യൂമറേറ്ററിൽ കൊടുത്തു. താഴെ നമ്മൾ ആരെ കൊണ്ട് മാത്രം ഡിവൈഡ് ചെയ്താൽ പോരാ, 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരാ. കാരണം മുകളിൽ എത്ര പേരുണ്ട്? 2 പേരുണ്ട്. അപ്പൊ താഴെയും എത്ര പേര് വേണം? 2 9 വേണം. അതായത് 99 അതായിരിക്കും വരിക. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ 0 2 1 6 2 1 6 2 1 6 ഇങ്ങനെ പോവുകയാണെന്ന് കരുതുക. ഓക്കെ, ഇവിടെ എത്ര നമ്പറാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? 2 1 6. ഓക്കെ, 3 നമ്പർ അവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ 3 നമ്പർ റിപ്പീറ്റ് ചെയ്യുമ്പോൾ 3 നമ്പർ നമ്മൾ എഴുതണം. 2 1 6 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 3 നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് എത്ര 9 വേണം? 3 9 വേണം. 9 9 9. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഇത് പല എക്സാംസിനും ചോദിച്ചതാണ് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. 0.333 എന്നതിന് തുല്യമായ ഭിന്നസംഖ്യ ഏത്? ഇപ്പൊ നമ്മൾ പറഞ്ഞ ആ ഒരു മെത്തേഡ്. ഇവിടെ എത്ര സംഖ്യ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ? ഒരു സംഖ്യ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ അല്ലെ? അതേപോലെ എന്ത് നമുക്ക് എഴുതാം? ആ സംഖ്യ അവിടെ എഴുതാം. 3 ആരെ കൊണ്ട് ചെയ്യാം? ഒറ്റ സംഖ്യ കൊണ്ട് ആയതുകൊണ്ട് 9 കൊണ്ട് 3/9. ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്ത നമ്മൾ സംഖ്യ നോക്കിക്കഴിഞ്ഞാൽ 0.333 എക്സെട്ര ഇൻറ്റു 0.666 ഈക്വൽ ടു എത്രയാണെന്നാണ് ചോദിച്ചത്. അതായത് 0.3333 എന്ന് പറഞ്ഞു പോയത് എന്താണ് അതിൻ്റെ അർത്ഥം? 3/9 ആണ്. ഓക്കെ, 3/9 ആണ്. 3/9 ഇൻറ്റു ഇനി 0.6666 എന്ന് പറഞ്ഞു പോകുന്നത് എന്താണ്? 6/9 ആണ്. ഓക്കെ ആണോ? ഇതിനെ നമ്മൾ ഭിന്നസംഖ്യ രൂപത്തിലേക്കാക്കി മാറ്റി. ഇനി ഇതിനെ എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 3ഉം 9ഉം തമ്മിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 3ൽ 3 ഒരു തവണ, 9ൽ എത്ര തവണ? 3 തവണ. ഇനി 6ൽ 3 എത്ര തവണയാണ്? 2 തവണ. 9ൽ 3 എത്ര തവണയാണ്? 3 തവണ. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാവും? 1/3 ഇൻറ്റു 2/3 എന്നായിട്ട് മാറും. അപ്പോൾ നമ്മൾ ആൻസർ വരുന്നത് 1 × 2 2, 3 × 3 9, 2/9 എന്നാവും. ഓക്കെ, അപ്പോൾ 2/9 എന്ന് വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ മാറ്റി എഴുതണം ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? അതായത് 9 ആണ് താഴെ വന്നത്, 2 ആണ് മുകളിൽ വന്നത്. അതായത് അവിടെ ഏത് സംഖ്യ റിപ്പീറ്റ് ആയിട്ട് വരും? 2 എന്ന് പറയുന്നത് റിപ്പീറ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പം നമുക്ക് കിട്ടേണ്ട ആൻസർ എന്താണ്? 0.2222 എന്ന് പറഞ്ഞു പോകുന്നതായിരിക്കണം. അത് നമ്മളുടെ ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ഡി, 0.222. നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 1/9 ഈക്വൽ ടു 0.111 എന്നിങ്ങനെയാണെങ്കിൽ √0.444 എന്നതിന്റെ ഭിന്നരൂപം എന്ത് എന്നാണ് ചോദിച്ചത്. ഓക്കെ, അതായത് 1/9 എന്ന് പറയുന്നത് 0.111 എന്നാണെന്ന് നമുക്കറിയാം. നമ്മൾ നേരത്തെ പഠിച്ചത് വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും, അതാണ്. ഓക്കെ, ഇനിയിപ്പോൾ 0.444 എന്നതിന്റെ ഭിന്നരൂപം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം. എന്താണ്? 0.444 ആവുമ്പം റിപ്പീറ്റ് ചെയ്യുന്നത് എത്രയാണ്? ഒറ്റ സംഖ്യ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ, 4 മാത്രം. ഓക്കെ, അപ്പം 4/9 ആണ് എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മളോട് ഇവിടെ ചോദിച്ചത് 0.4444ന്റെ ഭിന്നരൂപം എന്ത് എന്നല്ല, അതിന്റെ റൂട്ടിൻ്റെത് അല്ലേ? അതിന്റെ റൂട്ടിൻ്റെത് എന്താണെന്നാണ് ചോദിച്ചത്. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ കിട്ടിയതിന്റെ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ 4ൻ്റെതാണെങ്കിൽ എന്ത് വരും? 2 വരും. 9ൻ്റെ ആണെങ്കിൽ എന്താ വരുന്നത്? 3 ആണ്. നമ്മൾ ആൻസർ വരുന്നത് ഏതാണ്? 2/3 ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് 0.8 ഹോൾ സ്ക്വയർ എത്രയാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, അതായത് 0.8ന്റെ ഹോൾ സ്ക്വയർ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. ക്ലിയർ ആണോ? അപ്പോൾ നമുക്കറിയാം 8ൻ്റെത് സ്ക്വയർ എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? 64. ഓക്കെ, അതായത് ഇതിന്റെ മീനിങ് എന്താണ്? 0.8 × 0.8 എന്നാണ്. ഓക്കെ, അതായത് 64 ആണ് 8ന്റെ സ്ക്വയർ എന്ന് നമുക്കറിയാം. പിന്നെ നമ്മൾ മൾട്ടിപ്ലിക്കേഷനിൽ പറഞ്ഞൊരു കാര്യമാണ്, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടോ അത്രയും ഡെസിമൽ പ്ലേസ് കൊടുത്തുകൊണ്ട് വാല്യൂ എഴുതാന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു മെത്തേഡ്. അല്ലാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇങ്ങനെ ഇപ്പോൾ ഒരു സംഖ്യയുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ സംഖ്യയിൽ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട് നോക്കാം. ഇവിടെ 0.8 എന്ന് പറയുമ്പോൾ എത്രയേ വരുന്നുള്ളൂ? 1 വരുന്നുള്ളൂ. അതിൻ്റെ ഇരട്ടി എടുക്കാം. ഓക്കെ, ആ 1ൻ്റെ ഇരട്ടിയാണ് എന്ത്? 2. അപ്പോൾ 2 ഡെസിമൽ പ്ലേസ് ആണ് ആൻസറിൽ വരേണ്ടത്. അപ്പോൾ 64 ആണ് നമുക്ക് 8ൻ്റെ സ്ക്വയർ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇനി ഇത് എത്ര പ്ലേസ് കഴിയണം ഡെസിമൽ ഇട്ട് കൊടുക്കാൻ? 1 2. അപ്പോൾ ഇവിടെയാണ് പോയിന്റ് വരുന്നത്. നമ്മളെ ആൻസർ 0.64 എന്ന് വരും. ഓക്കെ, അതായത് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 0.64 ആണ്. ക്ലിയർ ആണോ? അടുത്തതെന്ന് പറയുന്നത് 0.12 ഹോൾ സ്ക്വയർ ആണ്. അതായത് 0.12 ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര സംഖ്യകളാണ് ഉള്ളത്? 1 2, 2 സംഖ്യകൾ. അപ്പോൾ അതിൻ്റെ ഇരട്ടി എത്ര വരും? 4 അല്ലേ? അപ്പം നമുക്ക് വരേണ്ടത് എന്താണ്? 4 പ്ലേസുകൾ അല്ലേ? 4 പ്ലേസ് കഴിഞ്ഞിട്ട്, അതായത് ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് വേണം? 4 പ്ലേസ് വേണം.
അതാണ് ഇതുകൊണ്ട് മെയിൻ ചെയ്യുന്നത്. കാരണം ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് എത്രയുള്ളത് 2 ആണ്. അതിന്റെ ഇരട്ടി സ്പേസ് നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പം നമുക്ക് 12ന്റെ സ്ക്വയർ എത്രയാണ് 144 ആണ്. ഇനി നമുക്ക് ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് ആണ് വേണ്ടത്? 4 ആണ്. ഇവിടെ എത്രയുള്ളൂ? 1 2 3. ഓക്കെ, അടുത്ത പ്ലേസിന് നമ്മൾ എന്ത് കൊടുക്കാം? 0 കൊടുക്കാം. എന്നിട്ട് ഡെസിമൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ 0.12 ഹോൾ സ്ക്വയറിന്റെ വാല്യൂ എത്രയാണ്? 0.0144. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ദശാംശ സംഖ്യകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ഇതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതാണ്.